101 കുടുംബങ്ങളാണ്. അതെ, ചൂരൽമലയായിട്ട് ബന്ധപ്പെട്ട് 17 ക്യാമ്പുകൾ, 701 കുടുംബങ്ങൾ, 2551 അംഗങ്ങൾ, 943 പേർ അതിൽ പുരുഷന്മാരാണ്, 981 പേർ സ്ത്രീകളാണ്, 627 കുട്ടികളാണ്. അവിടെ ക്യാമ്പുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. എല്ലാ നിലയിലും ക്യാമ്പുകളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ പല ഘട്ടങ്ങളിൽ പല സമയത്താണ് പോയത്. ഉച്ചഭക്ഷണ സമയത്ത് മാറി നിന്ന് നോക്കിയപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. പല കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ അതൊക്കെ നല്ല നിലയിൽ പോകുന്നുണ്ട്. മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുവെ ഉയർന്നു വന്ന കാര്യങ്ങളിൽ ഈ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഭക്ഷ്യവകുപ്പിൻ്റെ പ്രത്യേക ടീം അത് പരിശോധിക്കുന്നുണ്ട്. ഹോട്ടൽ അസോസിയേഷനാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഓരോ സോണിലും ഇത്ര വളണ്ടിയേഴ്സ് എന്ന് കണക്കാക്കി അതിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ് കൊടുക്കുന്നത്. ജില്ലാ കലക്ടർ നേരത്തെ തന്നെ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണം ആവശ്യമില്ല എന്നുള്ള അറിയിപ്പ് നൽകിയിരുന്നു. കാരണം അത് പല പ്രശ്നം പുറത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു വളരെ നല്ല അർത്ഥത്തിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവരെ ആത്മാർത്ഥതയൊന്നും ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ആർമി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ നിലയിലും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണം പുറത്തു നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തൽക്കാലം കൊടുക്കേണ്ടതില്ല എന്ന് നേരത്തെ തീരുമാനിച്ചു. കലക്ടർ അത് വിവരം പുറത്തു വിട്ടിട്ടുണ്ട്. അത് അല്ല, രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അല്ല, അതാ ഞാൻ പറയുന്നത്. അല്ല, അത് ആരാണ് പറഞ്ഞത് ഇങ്ങനെ കൊടുക്കുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള വിവരം വന്ന് ആ ഫോൺ നമ്പർ ശേഖരിച്ച് വിളിച്ചു നോക്കുമ്പോൾ ആർക്കും പരാതിയില്ല. അതെ, ഭക്ഷണം ഞാൻ പറയുന്നത് ഈ 1200 നമ്മൾ പറഞ്ഞ വളണ്ടിയേഴ്സ് ഇല്ലേ, അതിനപ്പുറത്തല്ലല്ലോ വളണ്ടിയേഴ്സ്. ബാക്കി വരും. അപ്പോൾ അതിൽ ചില ആളുകൾ അതിൻ്റെ ഒരു പ്രയാസം പറഞ്ഞിരുന്നു. അവർ പണം പിരിച്ചുകൊണ്ടൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായൊരു സംവിധാനം, ഒരു കേന്ദ്രം പോളിടെക്നിക് എന്നാണ് കൊടുക്കുന്നത്. ആ സംവിധാനമാണ് ഫലപ്രദം. ആ ഫലപ്രദമായ സംവിധാനം വെച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എല്ലാ മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്.